പ്രാർത്ഥിച്ചോ. അമ്മ വഴിപാടിനുള്ള ചീട്ടെടുത്തിട്ട് വരാം. മൃത്യുഞ്ജയവും ശത്രു സംഹാരവും ഒക്കെ വേണം. നല്ലൊരു മിടുമിടുക്കൻ ആൺകുഞ്ഞിനെ തരണേന്ന് അമ്മയുടെ പ്രാർത്ഥന. കുതിരപ്പന്തിയിലും ശങ്കരമംഗലത്തും പിച്ച വയ്ക്കാൻ ഈ രണ്ട് കുഞ്ഞിക്കാലുകൾ മതി. മനസ്സിലായോ മോൾക്ക് അമ്മ പറഞ്ഞതിന്റെ അർത്ഥം? വേറൊരതിഥി ശങ്കരമംഗലത്ത് വേണ്ട. ദൈവം നിന്റെ അമ്മക്കുട്ടിക്ക് കൊടുത്ത പുതിയ സമ്മാനം ദൈവം തന്നെ അങ്ങ് തിരിച്ചെടുക്കാൻ പറ. ഒരു പാപവും വിചാരിക്കണ്ട, അങ്ങനെ തന്നെ വേണം. ശങ്കരമംഗലത്തെ രണ്ടാം കിട സൃഷ്ടിയല്ല നമ്മുടെ കുഞ്ഞ്. നിന്റെ അമ്മക്കുട്ടിയോ ആ കുഞ്ഞോ നിന്നെ ചതിച്ചത്. വാ, പ്രദക്ഷിണം വയ്ക്ക. ലളിതാ സഹസ്രനാമവും ഭദ്രകാളി 10 ഒക്കെ ജപിക്കണം. എങ്കിലേ നമ്മുടെ മനസ്സിനും തീരുമാനങ്ങൾക്കും ഒക്കെ മൂർച്ചയുണ്ടാവും. വാ. വിളിച്ച വെളിപ്പുറത്തുള്ള ദേവിയ, അറിയോ? ഏത് ശത്രുവിൽ നിന്നും നമ്മളെ രക്ഷിക്കും. എന്റെ സങ്കടങ്ങളൊക്കെ ഒന്ന് മാറ്റി തന്നാ മതിയായിരുന്നു. അനുക്കുട്ടിക്ക് എന്തിനാ ഇനി സങ്കടം? ഈ ലക്ഷ്മിയമ്മ നിഴല് പോലെ കൂടെയില്ലേ? എന്നാലും എന്റെ കുട്ടി വീട്ടിൽ വന്ന് കയറിയപ്പോ മുതൽ കുറച്ചു കാലം ഞാൻ വഴക്കു പറഞ്ഞല്ലോ എന്നുള്ള സങ്കടം മാത്രമേ എനിക്കുള്ളൂ. അതൊന്നും സാരമില്ല ലക്ഷ്മിയമ്മ. ഒട്ടും വഴക്ക് പറയാതെ കൊഞ്ചിച്ച് ലാളിച്ച് നടന്നിരുന്ന ഒരമ്മ ഒടുവിൽ എനിക്ക് ഇത്രയും വലിയൊരു സങ്കടം തന്നില്ലേ? ചിലരങ്ങനെയാ മോളെ. അവർക്ക് സ്നേഹം അഭിനയിക്കാനൊക്കെ നന്നായിട്ട് അറിയാം. അമ്പലത്തിൽ പ്രദക്ഷിണം വെക്കുന്നതിനിടയിൽ പറയാൻ പാടില്ലാത്തതാ, എന്നാലും പറയാം. അവരുടെ മനസ്സിൽ നിന്നെ എങ്ങനെയെങ്കിലും വീട്ടിൽ നിന്ന് ഇറക്കി വിടണം എന്നൊരു പ്ലാൻ ഉണ്ടായിരുന്നു. അതുപോലെ എല്ലാം നടന്നു. ഇപ്പൊ അവർക്ക് നിന്റെ വാശിയും കുറുമ്പും ഒന്നും കാണണ്ട. എന്റെ ദേവി, ഇതിനുള്ള മറുപടി കൊടുക്കണേ. മോള് നന്നായിട്ട് പ്രാർത്ഥിച്ചോ. മോളെ നോവിച്ചവരൊക്കെ അനുഭവിക്കും. ഞാൻ പറഞ്ഞില്ലേ, വിളിച്ച വിളിപ്പുറത്ത ഈ അമ്മ ശത്രുവിനെ മുൻപിൽ കൊണ്ടുവന്ന് നിർത്തിത്തരും, മറുപടിയും കൊടുക്കും. പറഞ്ഞതുപോലെ കണ്ടില്ലേ, ശത്രുവിനെ മുൻപിൽ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നു ദേവി. ഇനി എന്ത് വേണമെന്ന് അമ്മ പറയണ്ടല്ലോ. വേണ്ട, എന്ത് വേണമെന്ന് എനിക്കറിയാം. നമ്മുടെ ചക്കി മോളെ, ചക്കി. ആ എന്താ ആദ്യമായിട്ട് കാണുന്ന പോലെ നോക്കുന്നത്? ഒന്നുമില്ല.
കുറച്ച് തണുത്തുള്ളൂ. ഇതെന്താ എല്ലാരും ആദ്യമായിട്ട് കാണുന്ന പോലെ? മോളെ, നീ അങ്ങോട്ട് ചെല്ല്. ദാ. കള്ളൻ. ഞാൻ കണ്ടുപിടിക്കില്ല എന്ന് കരുതിയല്ലേ? എന്ത് കള്ളത്തരം? ഉള്ളിൽ നിറയെ സ്നേഹമുണ്ട്, പുറമെ കാണിക്കാൻ അറിയുമില്ല. പറഞ്ഞു വരുമ്പോ സ്നേഹം തന്നെ ദേഷ്യമായിട്ട് മാറുകയും ചെയ്യും. നീ വളഞ്ഞു കെട്ടി മൂക്കി പിടിക്കാതെ കാര്യം പറഞ്ഞേ. കള്ളത്തരം കാണിക്കുന്നവരെ കള്ളെന്നല്ലേ പറയേണ്ടത്? ഞാൻ എന്ത് കള്ളത്തരം കാണിച്ചെന്നാ? ഇതെന്താ? എനിക്ക് വേണ്ടി ഒന്നാം തരം ഒരു നെക്ലേസ് വാങ്ങിയല്ലേ? അമ്മേനെ വിളിച്ച് പറഞ്ഞിരുന്നു പ്രതാപേട്ടന്റെ ജ്വല്ലറിയിൽ വെച്ച് കണ്ടു. അതോ? അത് നിനക്ക് നെക്ലസ് വാങ്ങിച്ചെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ഒന്ന് ചുമ്മാതിരി പ്രതാപേട്ട. എവിടാ നെക്ലേസ് മാറ്റി വെച്ചിരിക്കുന്നേ? എവിടാ നെക്ലേസ് വെച്ചിരിക്കുന്നേ? കാറിലാണോ? അതോ പാക്കറ്റൊക്കെ മാറ്റിയിട്ട് പോക്കറ്റിലേക്ക് വെച്ചോ? എനിക്കൊരു സർപ്രൈസ് തരാനാണെന്നൊക്കെ എനിക്കറിയാം. എടി ഞാൻ സത്യ പറഞ്ഞത്. നിനക്ക് വേണ്ടി അല്ല ഞാൻ ആ നെക്ലസ് വാങ്ങിച്ചത്. പിന്നെ പിന്നെ ആർക്ക് വേണ്ടിയാ പ്രതാപേട്ടൻ ആ നെക്ലേസ് വാങ്ങിയത്? അത് എന്റെ ഒരു സുഹൃത്ത്, അവന്റെ പെങ്ങടെ കല്യാണോ. അപ്പോ കുറച്ച് ഗോൾഡ് അത് ക്രെഡിറ്റിൽ എനിക്ക് അവിടെ നിന്ന് കിട്ടുമായിരുന്നു. അങ്ങനെ അവന് വേണ്ടി ഞാൻ വാങ്ങിയതാ. പിന്നെ ആണുങ്ങളൊക്കെ ഇപ്പൊ കഴുത്തിൽ നെക്ലേസ് ഇട്ടോണ്ടാണോ നടക്കുന്നത്? എടി ഞാൻ പറഞ്ഞില്ലേ അവന്റെ പെങ്ങക്ക് വേണ്ടിയാ. ഞാൻ വിശ്വസിക്കണോ? നിന്റെ തലയെ തൊട്ട് ഞാൻ സത്യം ചെയ്യാം. അതിൽ കൂടുതൽ എന്തെങ്കിലും ഉണ്ടോ? അല്ലെങ്കിൽ വേണ്ട, ഞാൻ അവനെ വിളിക്കാം, സ്പീക്കറിലിടാം, നീ കേക്ക്. അപ്പൊ നിനക്ക് വിശ്വാസമാവല്ലോ. പക്ഷേ ഒരു കാര്യമുണ്ട്, നിന്റെ ഭാര്യയ്ക്ക് നിന്നെ ഇത്ര വിശ്വാസമില്ലെന്ന് ചോദിച്ചാ നാണം കെട്ട് പോവും ഞാൻ. വേണ്ട, പ്രതാപേട്ടൻ നാണം കെടണ്ട. അമ്മ വിളിച്ചു പറഞ്ഞപ്പോ ഞാൻ മോഹിച്ചുപോയി. ഇവിടെ ഞാനത് പറയുകയും ചെയ്തു. വാ. അത് സാരമില്ല. സ്വർണ്ണക്കട നെക്ലസും ഒക്കെ ഈ നാട്ടിൽ വരെ ഉണ്ട്. നമുക്കൊരെണ്ണം വാങ്ങാന്നേ. പഴംപ്രഥമൻ, കഴിഞ്ഞ ദിവസം നീയല്ലേ പറഞ്ഞത് വേണോന്ന്? പായസം കുടിക്കാൻ കൊതിയാവുന്നു. അത് പിന്നെ ഒരു കടയില്ലേ, കലവറ, അവിടുന്ന് വാങ്ങിയതാ. ഇതെവിടുന്ന് വാങ്ങിയെന്നാ പറഞ്ഞ?
കലവറയെന്ന്. കൊലവറയും നിലവറയും. ബിബിൻ ചേട്ടൻ ശങ്കരമംഗലത്ത് പോയില്ലേ? അനു, ഞാൻ ചോദിച്ചതിന് ഉത്തരം പറയേ. പോയോ ഇല്ലയോ? ആ പോയി. എന്തിനാ? അത് പിന്നെ നിന്റെ അച്ഛനെ വഴിയിൽ വെച്ച് കണ്ടു. അന്യരൊന്നും അല്ലല്ലോ. അവിടെ ഒന്ന് കേറി 5 മിനിറ്റ് സംസാരിച്ചു. അതിനെന്താ? ഒന്നുമില്ല. എനിക്ക് ബന്ധമില്ലാത്തടത്ത് ബിബിൻ ചേട്ടൻ എന്താ ബന്ധം? എന്താ അനു ഇത്? കുന്തം. എന്നിട്ട് അവിടെ നിന്നുണ്ടാക്കിയ പായസം ഒരു കിറ്റിലാക്കി കൊണ്ടുവന്നിട്ട് എന്റെ മുമ്പിൽ ഒരു നാടകം. വരുന്ന വഴിക്ക് വാങ്ങിയതാണ് പോലും. അനു അരുത്. തീരെ വയ്യാഞ്ഞിട്ടും നിന്റെ അമ്മ ഉണ്ടാക്കി തന്നു വിട്ടതാ. അതുകൊണ്ട് തന്നെയാ കളയുന്നേ. ഒന്ന് തൊട്ട് നാക്കി വച്ചപ്പോ തന്നെ എനിക്ക് മനസ്സിലായി ഇത് ശങ്കരമംഗലത്തിൽ നിന്നുള്ളതാണെന്ന്. എനിക്കിത് വേണ്ട. അനു, തല്ല. ഇതിന്റെ പേരിൽ വിപിൻ ചേട്ടൻ എന്നെ കൊന്നാലും എനിക്കൊന്നുമില്ല. അമ്മക്കുട്ടിയുടെ മധുരക്കിണിയായിട്ട് ഒരു മരുമക വന്നിരിക്കുന്നു. ലക്ഷ്മി അമ്മയുടെ മോളിങ്ങനെ പിണങ്ങിയിരുന്നാൽ എങ്ങനെയാ? ഇങ്ങോട്ട് നോക്കി. എന്നാലും വിപിൻ ചേട്ടനെ കള്ളത്തരമൊക്കെ കാണിക്കുന്ന എന്തിനാ അമ്മ? എന്റെ വീട്ടുകാരുമായിട്ട് എനിക്കില്ലാത്ത സ്നേഹബന്ധം ഉണ്ടാക്കാൻ വിപിൻ ചേട്ടൻ പോകുന്ന എന്തിനാ? ഓ, അവനൊരു പൊട്ടന. മോളത് കാര്യാക്കണ്ട. പിന്നെ മോളുടെ അച്ഛൻ വഴിക്ക് വെച്ച് കണ്ടപ്പോ അവനെ വിളിച്ചു കാണും. ഒരു മര്യാദയുടെ പേരിൽ അവൻ പോയി കാണും. പക്ഷെ മോള് ചെയ്തത് ശരിയാണെന്നേ ഞാൻ പറയുള്ളൂ. അമ്മയ്ക്കെങ്കിലും എന്നെ മനസ്സിലായല്ലോ. അമ്മയ്ക്ക് മോളെ മനസ്സിലാവും. എന്തായാലും ആ പായസം മോൾ എടുത്തെറിഞ്ഞത് നന്നായി. മോളെ പറ്റി ഒരു കരുതലും ഇല്ലാത്തവരുണ്ടാക്കി തന്ന പായസം മോൾക്കെന്തിനാ? അതിനകത്ത് എന്തൊക്കെ ചേർത്തിട്ടുണ്ടെന്ന് ആർക്കറിയാം? എന്ത് ചേർക്കാൻ? ആ, നമ്മുടെ കുഞ്ഞിന് കേടുവരുത്തുന്ന എന്തെങ്കിലും അതിനകത്ത് ചേർത്തിട്ടുണ്ടെങ്കിലോ? എവിടെന്നെങ്കിലും വല്ല കൂടോത്രം ചെയ്ത് വാങ്ങിച്ചതാണെങ്കിലും. അങ്ങനെയൊക്കെ ചെയ്യോ? ചെയ്യാതെ പിന്നെ? അവരെ സംബന്ധിച്ച് ഇപ്പൊ അവർക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞാണ് ലോകത്തിലെ ഏറ്റവും വലുത്. നീയോ നിന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞോ അവർക്കൊന്നുമല്ല. അപ്പൊ പിന്നെ നമ്മുടെ കുഞ്ഞിന് ദോഷം വരുത്തുന്ന എന്തോ അവര് ചെയ്യില്ലേ? എന്നാലും അമ്മക്കുട്ടി അങ്ങനെയൊക്കെ. ആ, പിന്നെ അമ്മക്കുട്ടി. നീ ഇങ്ങനെ പുറമേ ദേഷ്യം കാണിക്കുന്നുണ്ടെങ്കിലും നിന്റെ ഉള്ളിൽ ഇപ്പോഴും അമ്മക്കുട്ടിയോട് സ്നേഹമാ. എനിക്കറിയാം. അല്ലമ്മ, ആ കുഞ്ഞിനെ കുറിച്ച് ഓർക്കുമ്പോ എനിക്ക് ദേഷ്യം തന്നെ അമ്മക്കുട്ടിയോട്. ആരായിരുന്നോ? കുതിരപ്പന്റെ വീട്ടിൽ നിന്ന് വിജയലക്ഷ്മി ചേച്ചിയായിരുന്നു. ചക്കിയുടെ പുതിയ അമ്മക്കുട്ടി അല്ലേ? ഞാനൊരു തമാശ പറഞ്ഞല്ലോ. തന്റെ സ്ഥാനത്ത് വേറെ ആരെയെങ്കിലും സങ്കല്പിക്കാൻ കഴിയോ? ആ, എന്തായിരുന്നു വിശേഷം? ഒന്നുമില്ല പ്രത്യേകിച്ച്. ഞാൻ 1-2 തവണ വിളിച്ചിരുന്നു. ചക്കയുടെ വിശേഷങ്ങളൊക്കെ അറിയണ്ടേ? മിസ്ഡ് കോള് കണ്ടു, അതുകൊണ്ട് തിരിച്ചു വിളിച്ചതാ. എന്തായാലും അവരുടെ അലിവ് കൊണ്ട് ചക്കിയുടെ വിശേഷങ്ങൾ അറിയാൻ പറ്റുന്നുണ്ടല്ലോ.
എന്താണെങ്കിലും എവിടെയാണെങ്കിലും സുഖമായിട്ടിരുന്നാ മതി. വിപിൻ അവളെ പൊന്നുപോലെ നോക്കുന്നുണ്ട് നന്ദേട്ട. ഉള്ളം കയ്യിലാ കൊണ്ട് നടക്കുന്നത്. അവളുടെ ശാഠ്യങ്ങളും ദുശാഠ്യങ്ങളും പിടിവാശിയും പിണക്കവും പരിഭവവും ഒക്കെ നമുക്കറിയില്ലേ. നമ്മളതൊക്കെ സഹിക്കും. ഭർത്താവിന്റെ സ്ഥാനത്ത് നിന്ന് അയാളതൊക്കെ സഹിക്കാന്ന് പറഞ്ഞ് അവളെ എത്രമാത്രം വിപിൻ സ്നേഹിക്കുന്നുണ്ടാവും. ആ ഇത് കേട്ടാ തോന്നും ഞാൻ തന്നെ സഹിക്കുന്നേ ഇല്ലാന്ന്. പിന്നെ ഞാനിവിടെ വാശിയും കാണിച്ച് മുഖം വീർപ്പിച്ചിരിക്കല്ലേ. വിപിൻ നമുക്കൊരു ഭാഗ്യമുള്ളൂ. ദൈവം നമുക്ക് തന്നൊരു മകൻ. ആ ഇനി പിറക്കാൻ പോകുന്നത് മകനാണോ മകളാണോ എന്ന് ആർക്കറിയാം. ഒന്ന് പോന്നേ. മോളുവാ. മോള് കരുതുന്നുണ്ടോ വെറൊരു പ്രാർത്ഥനയ്ക്ക് വേണ്ടിയാ അമ്മ ഇവിടെ മോളെ കൊണ്ട് വന്നതെന്ന്? അമ്പലത്തിൽ പിന്നെ പ്രാർത്ഥിക്കാനല്ലാതെ? പ്രാർത്ഥിക്കാൻ മാത്രമല്ല, വലിയൊരു കള്ളക്കഥയുടെ ചരടഴിക്കാൻ കൂടിയാ. കള്ളക്കഥയോ? എന്താ അമ്മ? മോളെ, നിന്നെ ശങ്കരമംഗലത്തുനിന്ന് ഒഴിവാക്കാൻ വേണ്ടി നിന്റെ അച്ഛനും അമ്മയും ചേർന്ന് നടത്തിയ ഒരു വലിയ കള്ളക്കഥയുടെ ചരടുകൾ ഇവിടെ അഴിയാൻ പോവാ. എന്നെ ഒഴിവാക്കാനോ? അതെ. ആ വീട്ടിൽ നീ ഇനി ഒരു അധികപ്പറ്റായിരിക്കും. സ്നേഹം വാരിക്കോരി ഉരുളി ഉരുട്ടി തന്നിട്ടേ അവർക്ക് അവരുടെ ജീവിതമായിരുന്നു വലുത്. അതിപ്പോ മനസ്സിലാവും എന്തിനാണ് 18ാമത്തെ വയസ്സിൽ നിന്റെ കല്യാണം ധൃതി പിടിച്ച് നടത്തിയതെന്ന്. അത് എന്റെ ജാതകത്തിൽ എന്തോ പ്രശ്നം. ജാതകോ? കുന്തം, കോടചക്രം. ജാതകം എഴുതി ഉണ്ടാക്കിയാളെ ഇങ്ങോട്ട് വരുന്നുണ്ട്. വന്നല്ലോ. എന്തിനാ ഞാൻ അയാളുടെ ഫോൺ നമ്പറും മോളുടെ അമ്മയോട് ചോദിച്ചതെന്നറിയോ? ഇതൊന്ന് പൊളിക്കണായിരുന്നു. കാര്യം കാഴ്ചയിൽ വിജയലക്ഷ്മി വലിയ വില്ലത്തിയാ, പക്ഷേ എന്റെ ഉള്ളു പട്ടുപോലെയാ. അത് മനസ്സിലാക്കണം. ഇനി കേൾക്കാനുള്ളത് മോൾ അയാളുടെ നാവീന്ന് തന്നെ കേട്ടോ. എന്തിനമ്മേ തിരുമേനി ഇപ്പൊ ഇവിടെ? ഞാൻ പറഞ്ഞില്ലേ, നീ അറിയാത്ത കുറെ ചതികളുടെ കഥകൾ നീ ഇനി അറിയണം. അത് കേൾക്കേണ്ട നാവീന്ന് കേട്ടാലേ നീ വിശ്വസിക്കും, മനസ്സിലാക്കും. ചതിയുടെ കഥയോ? നമുക്ക് ഈ ജീവിതത്തിൽ സ്വന്തമായിട്ടുണ്ടാക്കാൻ പറ്റാത്ത ഒന്നേ ഉള്ളൂ, നമ്മുടെ പേര്. പക്ഷേ ഉള്ള പേര് കളയാനാണെങ്കിൽ വളരെ എളുപ്പമാണ്. സത്യത്തിലേ എന്റെ പേര് പങ്കജൊന്നൊന്നും അല്ലായിരുന്നു. പിന്നെ എനിക്ക് ആദ്യം ഇടാൻ വെച്ചിരുന്ന പേരേ ചിഞ്ചുന്നാ. അതിന്റെ കാരണക്കാരിയെ എന്റെ അച്ഛന്റെ അമ്മയാ. ഒരു കുനിഷ്ട പിടിച്ച തള്ളയായിരുന്നു അത്. പൊട്ടക്കനത്തി വീണാ ചത്തത്. അവര് പറഞ്ഞു അവരുടെ പേര് തന്നെ ഇടണോന്ന്. അവരുടെ പേരാണെങ്കിൽ പങ്കജാക്ഷിന്ന്. അങ്ങനെ പങ്കജാക്ഷി പങ്കജമായി. വീട്ടുകാരെന്നെ പങ്കൂന്നും വിളിക്കും. നന്ദേട്ടൻ വന്നു എന്നാ തോന്നുന്നേ. അല്ല, ഞാൻ നോക്കാം.
കനിക്കരയെ കണ്ടില്ല. മാഡം ഒന്നിങ്ങി വന്നേ. ഇതേതാ മേഡം ഈ പാണ്ടിപ്പട? ഈശ്വര, ഇനി മുല്ലപ്പെരിയാർ പ്രശ്നത്തിന്റെ പേരില് നമ്മളോട് ഗുസ്തിക്ക് വന്നതാണോ? അയ്യോ, ആപ്പിള്, ലഡ്ഡു, സാരി സമ്മാനം തരാൻ വന്നതാ അവര്. പറഞ്ഞതെല്ലാം ഓർമ്മയുണ്ടല്ലോ. അതുപോലെ തന്നെ ചെയ്തോളാം. ഓക്കെ, ശരി മാഡം. കള്ളിപ്പൂച്ച വീണ്ടും വന്നു. എന്തൊരു ശല്യോ.
പങ്കജം, പങ്കജം, മാഡം ഞാനല്ല, വാതിൽ കുറ്റിയിട്ടോ, തുറക്കല്ലേ. പങ്കജം, പങ്കജം, പോലീസിനെ വിളിക്ക. ഓടിക്കോ. ശ്ശേ. ഓ.